ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितमेन भूतले स्वयं रूपकदा मह्यं ददामि स्वपादान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपादकमलं श्रीगुरुन् वैष्णवां च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं सादैवं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन्यति नामिनि। नमस्ते सारस्वती देवी गौरवाणी प्रचारिणी निर्विशेषशून्यवादी पाश्चात्यदेशधारिणी। ओम नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्ति सिद्धांत सरस्वती इति नामिनि। ओम जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्री वासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण ഹരേ കൃഷ്ണ. സത്സംഗത്തിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പാദപ്രണാമം. നമ്മൾ ഏകാദശി വ്രതത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം ഏകാദശി ദേവിയെക്കുറിച്ചും അതിൻ്റെ കഥകൾ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തന്ന് നമ്മൾ പലരും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്തില് നമ്മൾക്ക് പലർക്കും അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും ഉണ്ട്. കാരണം ഏകാദശി വ്രതം എടുത്താൽ കിട്ടുന്ന പുണ്യം എത്രയാണെന്നുള്ളത് നമ്മളിൽ പലർക്കും അതിനെക്കുറിച്ച് അറിവില്ല. എനിക്കും അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. കാരണം നമ്മൾ ഇസ്കോണിൽ വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാനും അതുപോലെ തന്നെ ഈ വ്രതങ്ങൾ ആചരിക്കാനും തുടങ്ങിയത്. അത് ഓരോരുത്തർ ഇപ്പോഴും ഏകാദശി വ്രതത്തിനെ കുറിച്ച് പറയുമ്പോൾ പലർക്കും പല തെറ്റിദ്ധാരണകളും ഉണ്ട്. കാരണം അവരൊക്കെ പറയുന്നത് ഏകാദശി വ്രതം നമ്മൾക്കാർക്കും നോക്കാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ മറ്റുള്ള വ്രതങ്ങളെ പോലെ അല്ല ഏകാദശി വ്രതം, അതിന് ഒത്തിരി ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. ഇതൊക്കെയാണ് എല്ലാവരുടെയും ഒരു ധാരണ. അതുപോലെ ഒരു പ്രാവശ്യം തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്താൻ പറ്റത്തില്ല. ഇങ്ങനെ പല പല തെറ്റായ ധാരണകളാണ് ഏകാദശി വ്രതത്തിനെ കുറിച്ച് മിക്കവാറും എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അപ്പം ഞാനടക്കം എല്ലാവർക്കും അങ്ങനെയാണ് ഉള്ളത്. നമ്മൾ ഇതൊക്കെ അനുഷ്ഠിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എല്ലാ വ്രതങ്ങളിൽ വെച്ചും ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയാൻ കാരണം ഭഗവാന് ഏറ്റവും ഇഷ്ടം ഏകാദശി വ്രതമാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റേത് വ്രതവും. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഭഗവാന് ഏറ്റവും എന്താണ് ഇഷ്ടം അതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇപ്പൊ ഓരോരുത്തർ പറയും ഈ വഴിപാട് നടത്തിയാൽ ആ ഫലം കിട്ടും, ഇപ്പൊ നമ്മൾ അതിന്റെ പുറകിന് പോകും. അതുപോലെ ശനിയാഴ്ച ദിവസം അമ്പലങ്ങളിൽ പോയി നീരാഞ്ജനം നടത്തിയാൽ നമ്മുടെ ദോഷങ്ങൾ കുറയും. അത് നമ്മൾ ആഴ്ചകൾ നോക്കിയാണ് നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിൽ പോയി ഓരോ വഴിപാടുകൾ ചെയ്യുന്നതില്ലേ. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഏകാദശി വ്രതം മാത്രം അനുഷ്ഠിച്ചാൽ മതി നമ്മുടെ എല്ലാ ദുരിതങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറാൻ ആകെ ഒറ്റ ഒരു വ്രതം മാത്രം നമ്മൾ അനുഷ്ഠിച്ചാൽ മതി. അത് ഒരു മാസത്തിൽ 2 പ്രാവശ്യം വരും, 2 ഏകാദശി ഉണ്ട്, 2 നോക്കുന്നവരുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒരെണ്ണമെങ്കിലും കുറഞ്ഞ പക്ഷം എല്ലാവരും ആചരിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം അതിൽ നിന്ന് വരുന്ന ആദ്യത്തെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഭഗവാന്റെ കൃപ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഭഗവാന്റെ കൃപയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയാം നമ്മൾ ഇന്ന് ഇപ്പൊ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു, നാളെ നമ്മൾ എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ പോലും ഭഗവാന്റെ കൃപ വേണം. ഈ പ്രപഞ്ചത്തിനെ മൊത്തം പരിപാലിച്ചു കൊണ്ടുപോകുന്നത് ഭഗവാനാണ്. അപ്പൊ ഭഗവാന്റെ ആ കൃപ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഭഗവാൻ എന്താണോ ഇഷ്ടം അത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇതിനകത്തിൽ പറയുന്നത് പാപക്ഷയത്തിനെ കുറിച്ചാണ്. നമുക്ക് തന്നെ അറിയാം നമ്മളെല്ലാവരും പല വിധത്തിലുള്ള പാപകർമ്മങ്ങൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോകുന്നുണ്ട് ഇല്ലേ. അപ്പം
ആ ഒരു പാപക്ഷയത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയണ്ടേ, പുണ്യ സ്ഥലങ്ങളിൽ പിന്നെ സ്നാനത്തിന് പോകുന്നു, അതുപോലെ തീർത്ഥാടനം. ഇതൊന്നും നമ്മളെ കൊണ്ട് എപ്പോഴും അനുഷ്ഠിച്ചു പോരാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇതിനെല്ലാത്തിനും പകരമായി നമുക്ക് ഏകാദശി വ്രതം മാത്രം അനുഷ്ഠിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് പല ഗ്രന്ഥങ്ങളിലെല്ലാം നമ്മൾ ആചാര്യന്മാരെല്ലാം നമ്മൾ എപ്പോഴും ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ മൂന്നാമത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആത്മശുദ്ധി കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ആത്മശുദ്ധി ഇല്ലെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയണ്ടേ, ആത്മാവ് ശുദ്ധമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും അതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടാകത്തില്ല. കാരണം അങ്ങനെ പെട്ടെന്നൊന്നും നമ്മുടെ ആത്മാവ് ശുദ്ധമായി കിട്ടണമെന്ന് നിർബന്ധവുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളായി ചെയ്തു പോരുന്ന പാപകർമ്മങ്ങൾ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്നും ഈ ലോകത്ത് ഇങ്ങനെ ഇവിടെ ജീവിക്കേണ്ടി വരുന്നത്, അതുകൊണ്ടാണല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് പാപകർമ്മങ്ങൾ കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ആത്മാവിനെ ശുദ്ധമാക്കാൻ വ്രതങ്ങൾക്ക് ഈ ഏകാദശി വ്രതത്തിന് സാധിക്കുന്നുണ്ട്. എല്ലാ വ്രതങ്ങളും ശ്രേഷ്ഠമാണ്, പക്ഷെ ഏകാദശി വ്രതം ഞാൻ വീണ്ടും പറയുന്നു ഭഗവാന്റെ ഏറ്റവും ഇഷ്ടമുള്ള വ്രതമാണ്. അപ്പൊ അതിലൂടെ നമ്മൾ ചെയ്യേണ്ട എന്താണ്? നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നാമം ജപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്താറുണ്ട്. കാരണം ആവശ്യമില്ലാത്ത പിന്നെ രുചിയുടെ പുറകെ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആഹാരം നിയന്ത്രിച്ചുകൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ പിന്നെ മഹത് ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുന്നു. അതുപോലെ കൂടുതൽ മാല ജപിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ ചിന്തകളെ നമുക്ക് പോസിറ്റീവാക്കി കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ അങ്ങനെ കാലങ്ങളായി നമ്മൾ നാമം ജപിച്ച് നമ്മുടെ ഉള്ളിൽ അടിഞ്ഞു കൂടി കിടക്കുന്ന മാലിന്യങ്ങൾ നമുക്ക് നീക്കിയിട്ട് ആത്മശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അത് പിന്നെ ഈ വ്രതമൊന്നും നമുക്ക് എല്ലാ വ്രതത്തിലൂടെയും സാധിക്കും. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, ഏകാദശി വ്രതത്തിലൂടെ നമുക്കത് പെട്ടെന്ന് സാധിക്കും എന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ ആത്മശുദ്ധി വന്നു. പിന്നെ നാലാമത് വരുന്ന കാര്യമാണ് മനസ്സിന് സമാധാനം. അപ്പൊ നമുക്ക് തന്നെ അറിയാം, എല്ലാവരും ഇപ്പൊ ഓടുന്നത് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, ഇല്ലേ? അപ്പം എത്ര കണ്ട് നമുക്ക് സമ്പത്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല. സമ്പത്ത് കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ സമ്പത്തുണ്ട് അതുകൊണ്ട് ഒരു കാര്യവും ഇല്ലെന്ന് പറയാൻ കാരണം, നമുക്ക് പൈസ കൊടുത്താൽ മനസ്സമാധാനം നമുക്ക് വാങ്ങിക്കാൻ കഴിയില്ല. ഇപ്പൊ ഈ മനസ്സമാധാനം തേടിയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോരുത്തരുടെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് സമാധാനം കിട്ടും, ഇവിടെ കിട്ടും. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് ഓരോ പറയുന്ന ആൾക്കാർ പറയുന്നതിന്റെ എല്ലാം പുറകിൽ നമ്മൾ ഓരോരുത്തരും പോകാറുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. മനസ്സമാധാനം കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ വിളിക്കുക, നാമം ജപിക്കുക, അതുപോലെ മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക. ഇതിനകത്ത് നമുക്കറിയാം, ഭഗവാൻ തന്നെ പിന്നെ ഭഗവത്ഗീതയിൽ അർജുനൻ ഭഗവാനോട് പറയുന്നുണ്ട്, കാറ്റിനെ വേണമെങ്കിൽ ഞാൻ നിയന്ത്രിക്കാം, പക്ഷെ മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രയാസമാണെന്ന്. കാരണം അത്രയും ബുദ്ധിമുട്ടാണ് നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ എന്നുള്ളതാണ്. ഒരിടത്ത് നമ്മൾ നാമം ജപിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സ് എവിടെയെല്ലാമാണ് സഞ്ചരിക്കുന്നത്, ഇല്ലേ? നമുക്ക് ആ മനസ്സിനെ കൺട്രോളിൽ ഒരു 5 മിനിറ്റ് അല്ലെ ഒരു മിനിറ്റ് കൂടുതൽ നമുക്ക് മനസ്സിനെ ഒരിടത്ത് ഉറപ്പിച്ചു നിർത്താൻ സാധിക്കത്തില്ല. അപ്പം അതിലൂടെ നമ്മൾ ഒരു പ്രാക്ടീസാണ്. ഓരോ ദിവസവും ഓരോ ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും നമുക്ക് മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും, അതുപോലെ തന്നെ മനസ്സമാധാനം അതിലൂടെ വേണം. കാരണം ഭഗവാനെ കൂടുതൽ അറിഞ്ഞ് ഭഗവാന്റെ കാര്യങ്ങള് കൂടുതൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ആവശ്യമില്ലാത്ത ചിന്തകൾ, കാര്യങ്ങളെല്ലാം പോകും. അപ്പൊ ഏറ്റവും കൂടുതൽ മനസ്സമാധാനം ആൾക്കാർക്ക് ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല്,
കൂടുതലായിട്ടുള്ള ഫാമിലി അറ്റാച്ച്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. കാരണം എൻ്റെ മക്കള് അവൻ്റെ മക്കൾക്ക് പഠിക്കുന്നു, അത് അവർക്ക് ഏറ്റവും നല്ല പൊസിഷനിൽ എത്തണം, അങ്ങനെ കുറെ ചിന്തകൾ. അത് കഴിയുമെന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണത്തിനെ കുറിച്ചാകും, അത് കഴിയുമെന്ന് പറഞ്ഞാൽ ജോലിയെ കുറിച്ചാകും, അത് കഴിയുമ്പോൾ കല്യാണത്തിനെ കുറിച്ചാകും. അടുത്ത ഇതെന്ന് പറയുമ്പോൾ അവരുടെ കൊച്ചുമക്കളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നമ്മൾ ആവശ്യമില്ലാത്ത ടെൻഷൻ വരുത്തുന്നു. അങ്ങനെ നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നു. പക്ഷെ ഇതിനെല്ലാത്തിനും ഒരു എളുപ്പമാർഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിനെ ഒരു കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കും. അത് ഒരു പ്രാവശ്യമല്ല, പല സമയങ്ങൾ, കുറേ സമയങ്ങൾ എടുക്കും, പെട്ടെന്ന് സാധിക്കണമെന്നില്ല. പക്ഷെ കുറേ സമയങ്ങൾക്ക് ശേഷം നമുക്കതിന് ഒരു പരിധി വരെ നമുക്ക് അടയ്ക്കുന്ന മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ്. പക്ഷെ അത് നമ്മുടെ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. കാരണം ഞങ്ങളും ഇതുപോലെ തന്നെ, നമുക്കും അറിയില്ല. നമ്മളും ഇങ്ങനെ വ്രതങ്ങളൊക്കെ കുറേ വ്രതങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഭഗവാനെ അറിഞ്ഞ് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മാത്രമല്ലേ ഉള്ളൂ ഫലം. നമ്മൾ അറിയാൻ വയ്യാതെ എന്തെങ്കിലും ഓരോരുത്തർ പറയുന്ന അനുസരിച്ച് നമ്മൾ കാട്ടിക്കൂട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. എന്തെങ്കിലും നമുക്ക് ഫലസിദ്ധി വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് എന്താണോ ചെയ്യേണ്ടത് അത് അറിഞ്ഞു തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പിന്നെയും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഭഗവാൻ എന്താണോ ഇഷ്ടം നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ല നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഈസിയായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുന്നതിനകത്തിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മൾ അതാണ് അടുത്തത്. കാരണം നമ്മൾ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത നമ്മുടെ കൂടുതൽ ഇതിലേക്കൊന്നും പോകരുത്. നമ്മൾ കൂടുതൽ മാല, ഇപ്പൊ 16 മാല എന്നുള്ളത് വേണം 32 പറ്റും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റും. അങ്ങനെ സമയം കണ്ടെത്തി അതിനു വേണ്ടിയിട്ട് ശ്രമിച്ച് മനസ്സിനെ നമ്മൾ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കും തോറും നമുക്ക് എന്താ പറയണ്ടേ, എത്രയും നമ്മൾ ഭഗവാനിലേക്ക് അടുക്കുന്നു അത്രയും നമുക്ക് ഉള്ളിൽ ഇങ്ങനെ ആനന്ദം നിറയുകയാണ്. കാരണം തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഓൺ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് പിന്നെ ആവശ്യമില്ലാത്ത ഒരു ചിന്തകളും കാര്യങ്ങളും വരത്തില്ല എന്ന് വിചാരിച്ച് ആർക്കും ഫാമിലി അറ്റാച്ച്മെന്റ് വേണ്ടെന്നോ അല്ലെങ്കിൽ ഫാമിലിയായിട്ടൊരു അവരുടെ കാര്യം ചിന്തിക്കേണ്ട എന്ന അർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത്. നമുക്ക് കുറെയൊക്കെ അവരുടെ നോക്കിക്കോളൂ, പക്ഷെ ഒപ്പം തന്നെ നമുക്ക് എന്താണ് വേണ്ടത് എന്നുകൂടി ചിന്തിക്കുക. കാരണം ഈ ബന്ധങ്ങളൊക്കെ ഒരു സമയം വരെ ഉള്ളൂ എന്ന് നമുക്കറിയായില്ലേ. അപ്പൊ നമ്മളിപ്പോ മക്കളെ വളർത്തി അവരുടെ കല്യാണം കഴിഞ്ഞ് അത് കഴിയുമെന്ന് പറഞ്ഞാൽ അവരുടെ കൊച്ചുമക്കളെ വളർത്താൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നു. നമ്മുടെ സമയമാണ് നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഒരു സമയം കഴിയുന്ന പറഞ്ഞാൽ അവരുടെ ആവശ്യം കഴിഞ്ഞു, അപ്പോഴും വീണ്ടും നമ്മൾ അവിടെ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെ ഓരോരോ എന്താ പറയണ്ടേ, നമ്മൾ ഇതിനധികം പരാതികളും പരിഭവങ്ങളും പറയുന്ന ഒരു ഇതിലേക്ക് നമ്മൾ മാറിപ്പോകാതെ എപ്പോഴും എൻ്റെ കൂടുള്ള ഒരേ ഒരു ബന്ധം ഭഗവാൻ മാത്രമാണ്, നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്നുള്ള 100% ഉറപ്പോടുകൂടി നമുക്ക് ആ ഒരു ഉറപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ മനസ്സിൽ അത്രയും ഒരു വിശ്വാസം വരണം ഭഗവാനെ കുറിച്ച്, ഇല്ലേ. അപ്പൊ അതിന് ഞാൻ ചെറിയ ഒരു ഉദാഹരണം ഈയിടെ ഒരു വായിച്ചതിൽ നിന്ന് ഞാൻ 2 കൂട്ടുകാരുണ്ട്. ഒരാള് ഭയങ്കര ശിവഭക്തനായിരുന്നു, ഒരാൾ ഭഗവാനെ പൂജിക്കുന്നു. അപ്പം കുറെ നാളുകൾക്ക് ശേഷം നോക്കുമ്പോൾ ഈ ശിവഭക്തനായിട്ടുള്ള ആൾക്ക് കുറെ എന്താ പറയണ്ടേ സമ്പാദ്യങ്ങളെല്ലാം ആയി, പുള്ളിക്കാരൻ നല്ല ഒരു നിലയിലേക്ക് മാറുന്നുണ്ട്. പക്ഷെ അപ്പോഴും വലിയ ഉയർച്ചയൊന്നും കാണുന്നു. അപ്പൊ ആ ശിവഭക്തനായിട്ടുള്ള കൂട്ടുകാരൻ ഈ പുള്ളിക്കാരനെ കളിയാക്കുകയാണ്. നീ ഇത്ര നാളുകൊണ്ട് ഭഗവാനെ പൂജിക്കുന്നു, അപ്പൊ നിനക്ക് എന്താണ് കിട്ടിയത് എന്ന് ചോദിച്ചിട്ട് കുറെ പ്രാവശ്യം ഇത് നിരന്തരം കേട്ട് കഴിയുമ്പോൾ നമുക്കും ഉണ്ടല്ലേ ആരെങ്കിലും ഒക്കെ നമ്മളെ കളിയാക്കും, നിങ്ങൾ എന്തിനാണ് ഇതിന്റെ പുറകെ നടക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഫലം എന്ന് ചോദിക്കുന്ന പറഞ്ഞാൽ നമ്മളും ചിന്തിക്കാറുണ്ട്. അതേപോലെ തന്നെ ആ ആളും ഇതുപോലെ ചിന്തിച്ചു, ശരിയാണ്,
എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ആ കൃഷ്ണ വിഗ്രഹത്തിനെ എടുത്തിട്ട് ഒരു അലമാരിയിൽ വെച്ച് അടച്ചിട്ട് പുള്ളിക്കാരൻ അവിടെ ആ സ്ഥാനത്ത് ഒരു ശിവലിംഗം കൊണ്ടുവച്ച് അതിനെ പൂജിക്കാൻ തുടങ്ങി. കുറെ ദിവസം ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം പുള്ളിക്കാരൻ കാണുന്നത് ആ കത്തിച്ചു വെച്ച അഗർബത്തി എന്നുള്ള ആ ഒരു സ്മെല്ല് അതിങ്ങനെ പോകുന്നത് ആ അലമാരിക്കുള്ളിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞ ഉടനെ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. എന്നിട്ട് അത് ഇങ്ങനെ തുറന്നിട്ട് ചെന്നിട്ട് ആ വിഗ്രഹത്തിന്റെ മൂക്കിനെ പൊത്തിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. ചെയ്തിട്ട് എന്താ പറയുന്നത്, ഞാൻ ശിവന് വേണ്ടി ചെയ്തതിന്റെ കത്തിച്ചു വെച്ച അഗർബത്തിയുടെ മണം നീ അങ്ങനെ എടുക്കണ്ട എന്ന് പറഞ്ഞ് ആ മൂക്കിങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ഭഗവാന്റെ കൈ ആ മനുഷ്യനെ കയറി പിടിച്ചു, ആ കയ്യിലേക്ക് കയറി ഇങ്ങനെ പിടിച്ചു. അപ്പൊ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആള് ആകപ്പാടെ അങ്ങ് ഇതായിപ്പോയി. ഭഗവാനെ എന്ന് വിളിച്ച് പറഞ്ഞു, ഇത്രനാളും ഞാൻ പൂജിച്ച സമയത്ത് എന്റെ മുന്നിൽ വന്നിട്ടില്ല, പക്ഷെ ഇപ്പൊ ഞാൻ ദേഷ്യത്തോടു കൂടി അങ്ങയുടെ മുഖം പൊത്തിയ സമയത്ത് അങ്ങ് എന്റെ കയ്യിൽ പിടിച്ചു എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പൊട്ടിക്കരഞ്ഞു. അപ്പം ഭഗവാൻ പറയുന്നത്, ഇത്രനാളും നീ എന്നെ വെറും ഒരു മൂർത്തിയായിട്ട് മാത്രം കണ്ടാണ് എന്നെ പൂജിച്ചത്, അപ്പൊ ഞാൻ വന്നില്ല. പക്ഷെ ഇന്നാണ് നീ എന്റെ മൂക്ക് പൊത്തിയത് എന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഉള്ളിൽ ഒരു എന്താ പറയണ്ടേ ചൈതന്യം ഉണ്ട് എന്നുള്ളത് ഇന്നാണ് നിനക്ക് ബോധ്യം വന്നത്. ആ സമയത്ത് ഞാൻ നിന്റെ മുന്നിൽ പ്രകടമായി എന്ന് പറയുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞ മാതിരി നമ്മളുടെ ഉള്ളിലും ഇപ്പൊ നമ്മളൊരു മൂർത്തിയാണ് പൂജിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു വെറും ഒരു മൂർത്തിയായി കാണാതെ അതിൻ്റെ ഉള്ളിലും ഒരു ജീവന്റെ തുടിപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു ചൈതന്യം ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവോട് കൂടി വേണം നമ്മൾ പൂജിക്കാൻ. അപ്പൊ അങ്ങനെ നമ്മൾ എത്രയും കൂടുതൽ ഭഗവാനോട് നമ്മൾ അടുക്കുന്നുണ്ടോ അത്രയും നമ്മുടെ ഉള്ളിൽ എന്താ പറയണ്ടേ ആനന്ദം നിറയും. അതോടുകൂടി നമുക്ക് മനസ്സമാധാനം കിട്ടും. അത് പെട്ടെന്ന് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറെ സമയം പിടിക്കുന്നു നമുക്ക് ഇതിനൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ അഞ്ചാമത് പറയുന്ന 4 നമ്മൾ പറഞ്ഞു. അത് കഴിയുമ്പോൾ അഞ്ചാമത് പറയുന്നത് ഭക്തി വർദ്ധിക്കുന്നു. അപ്പൊ ഭക്തി എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് ഭക്തി? നമുക്കറിയാം, നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നുണ്ട്. അതിനകത്തിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, ഏറ്റവും ശ്രേഷ്ഠമായ യോഗം ഭക്തിയോഗം തന്നെയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ അത് പഠിച്ചതേ ഉള്ളൂ അല്ലേ. അപ്പം നമ്മളുടെ എല്ലാം ഇതുവരെ കുറെ നാളുകൾക്ക് മുമ്പ് വരെയുള്ള വിശ്വാസം എന്താണ്, ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഒരു മൂർത്തി, അത് മാത്രമാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസവും. അവിടെ ആയിരുന്നു നമുക്ക് ഭഗവാൻ. നമ്മൾ കുറെ ലിസ്റ്റുകളൊക്കെ ആയിട്ട് ഭഗവാന്റെ മുന്നിൽ പോകുന്നു, കുറെ വഴിപാടുകൾ പറയുന്നു. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ആരെങ്കിലും ജ്യോത്സ്യന്മാരെ പോയി കാണുന്നു, അവര് നമുക്ക് കുറച്ച് ലിസ്റ്റ് തരുന്നു, അത് നമ്മൾ പോയി ചെയ്യുന്നു. ഇതൊക്കെ ആയിരുന്നു നമ്മൾ ഇത്രനാളും ചെയ്തുകൊണ്ടിരുന്ന ഇത് അല്ലേ. പക്ഷെ അതല്ല ഭക്തി എന്നുള്ളതും, ഭഗവാൻ അവിടെ അല്ല ഉള്ളത്, നമ്മുടെ ഉള്ളിൽ തന്നെ പരമാത്മ രൂപത്തിൽ ആണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്ക് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ നാമം ജപിക്കണം. അതുപോലെ തന്നെ സത്സംഗങ്ങളിൽ പങ്കെടുക്കുക. അതുപോലെ ആചാര്യന്മാർ എന്താണോ പറഞ്ഞിരിക്കുന്നത്, അതുപോലെ മഹത് ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്, ഭാഗവതം, ഭഗവത്ഗീത പോലെയുള്ള ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്, അതൊക്കെ വായിക്കുക. ഇതിലൂടെ എല്ലാം നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അറിവുകൾ അതെല്ലാം സംശീകരിച്ചു വെച്ചുകൊണ്ട് നമ്മൾക്ക് അതിനകത്തിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്, ഭഗവാൻ എന്താണെന്നാണോ പറഞ്ഞ് അത് ഭഗവാനെ മനസ്സിലാക്കി നമ്മൾ ഓരോ ആരാധനകൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഭഗവത് സേവനം ചെയ്ത്, അല്ലെങ്കിൽ ഭക്തിയുത സേവനം ചെയ്തുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാം. അത് അങ്ങനെ വരുന്ന ഭക്തി മാത്രം, അങ്ങനെ നമ്മൾ എന്താ അടിയുറച്ച ഒരു വിശ്വാസത്തോടു കൂടി വരുന്ന ഭക്തിക്ക് മാത്രമേ നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ കാട്ടിക്കൂട്ടി ഇതൊരിക്കലും നമുക്കൊരു ഭക്തിയല്ല. അല്ലെങ്കിൽ ഞാനൊരു ക്ഷേത്രത്തിൽ പോയി ഒരു കുറിയിട്ടു അല്ലെങ്കിൽ തൊഴുതു തിരിച്ചു വന്നു, ഇതിനകത്ത് നമുക്കൊരു ഭക്തി അല്ലെങ്കിൽ ഭക്തനും നമുക്ക് പറയാൻ പറ്റില്ല. അത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തിലെ അടുത്ത ഒരു കാര്യം പറയുന്നത് ഇന്ദ്രിയ നിയന്ത്രണമാണ് പറയുന്നത്. നമുക്കറിയാം, ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയുമ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ്? നാവ്. ആ ഒരു നാവ് കൊണ്ട് തന്നെ നമുക്ക്
എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറയാനും എടുക്കാനും പറ്റും. നല്ലതും പറ്റും, ചീത്തയും പറ്റും. കാരണം ആ നാവ് കൊണ്ടാണ് നമ്മൾ ഭഗവത് നാമങ്ങൾ ജപിക്കുന്നത്, ഇല്ലേ? അതേ നാവ് കൊണ്ട് തന്നെയാണ് നമ്മൾ ആഹാരം കഴിക്കുന്ന. ആ 2.5 ഇഞ്ച് നാവിന്റെ ആ ഒരു ടേസ്റ്റ്, അതാണ് നമ്മൾ ആഹാരത്തിന് കൊടുക്കുന്ന പ്രാധാന്യം. അപ്പം എന്ത് കഴിച്ചാലും അതിന് ആ 2.5 ഇഞ്ച് നാവ് തരുന്ന ആ ഒരു ടേസ്റ്റേ ഉള്ളൂ. അതിന് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരേപോലാണ്. ഇപ്പം സാത്വികമായ ഭക്ഷണം കഴിക്കുന്നവരും അല്ലാത്തവർ കഴിക്കുന്നതും എല്ലാം ഒരേ ഇതിലാണ് പോകുന്നത്. അപ്പം അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി എടുക്കേണ്ടത്. നമ്മുടെ ഇന്ദ്രിയ നിയന്ത്രണത്തിൽ നമുക്ക് നാവിനെ നിയന്ത്രിക്കാൻ നമ്മൾ ശ്രമിക്കുക. കാരണം ഈ നാവ് കൊണ്ട് തന്നെയാണ് നല്ലതും ചീത്തയുമായ പല പല കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്, ഇല്ലേ? അപ്പം പക്ഷെ നമ്മൾ ഒരു ഏകാദശി വ്രതം എടുക്കുന്ന ദിവസമെങ്കിലും നമ്മൾ ഈ നാവിനെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കും. എന്നുവെച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ദേഷ്യം വന്നാൽ പോലും നമ്മൾ ആരോടും ഒന്നും പറയത്തില്ല. അയ്യോ, എനിക്ക് ഇന്ന് ഏകാദശിയാണ്, ഞാനൊന്നും സംസാരിക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നൊരു നിയന്ത്രണം നമ്മുടെ ഉള്ളിൽ വരും. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൂക്കുകൊണ്ടാണെങ്കിലും അതുപോലെ തൊക്കുകൊണ്ടാണെങ്കിലും എല്ലാം നമ്മുടെ ആ ഒരു എല്ലാ ഇന്ദ്രിയങ്ങൾക്കും നമ്മളൊരു നിയന്ത്രണം കൊണ്ടുവരും വ്രതം എടുക്കുന്ന ദിവസമെങ്കിലും. അങ്ങനെ നമ്മൾ ഓരോ ദിവസം നമ്മളിപ്പം സ്റ്റാർട്ടിങ് മുതൽ ഓരോ ദിവസം നമ്മൾ എടുക്കുന്ന ആ ഒരു നിയന്ത്രണം മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് നമ്മുടെ പെർമനന്റ് ആയിട്ട് നമുക്ക് കുറെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിനകത്തിൽ ഞങ്ങളുടെ പ്രഭു പറഞ്ഞ ഒരു കാര്യം, നമുക്ക് ദേഷ്യം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഞാൻ ഇന്ന് പ്രതിജ്ഞ എടുക്കുകയാണ്, അടുത്ത 2 ദിവസത്തേക്ക് ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല എന്ന്. അപ്പൊ ആ 2 ദിവസം എന്നുള്ളത് നമുക്ക് ആ 2 ദിവസം നിയന്ത്രിക്കാൻ പറ്റിയാൽ അടുത്ത നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞ എന്തായിരിക്കും? അടുത്ത 4 ദിവസത്തേക്ക് ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല എന്നുള്ളതായിരിക്കും. അപ്പൊ ആ അടുത്ത 4 ദിവസം കഴിയുമെന്ന് പറഞ്ഞാൽ നമുക്കത് മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ നമ്മുടെ ക്രോധത്തെ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ആ വരുന്ന ആ ഒരു ദേഷ്യം, അത് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഇന്ദ്രിയ നിയന്ത്രണം നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന ഇതിൽ നിൽക്കുന്നത് ഇന്ദ്രിയ നിയന്ത്രണം തന്നെയാണ്. അത് നമുക്ക് ഈ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ എടുക്കാൻ സാധിക്കും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് ഞാൻ ഇന്നിപ്പോ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനിയും കുറെ കിടക്കുകയാണ്. ഇതിപ്പോ നമ്മൾ ഒരു 6 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ഏകദേശം 94 ഗുണങ്ങൾ കൂടി ഇനിയും പറയാനുണ്ട്. ഹരേ കൃഷ്ണ.